എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2025 പ്രവേശന പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട്, അതായത് എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ടുള്ള, അതായത് ബിടെക് കോഴ്സുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ടുള്ള പ്ലസ് ടുവിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാത്രി, അതായത് ഇന്ന് എന്ന് പറയുമ്പോൾ ജൂൺ 12-ാം തീയതി രാത്രി 11:59 PM വരെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ ഫിസിക്സ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി എന്നിവയുടെ മാർക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിനായിട്ടുള്ള അവസരം. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു ഡേറ്റ്, അതായത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നിലവിൽ ഇപ്പോൾ നീട്ടിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ ഈ ഒരു നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ ആക്സസ് കോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു സമയത്ത് എന്താണോ സ്ക്രീനിൽ ഇവിടെ കുറച്ച് അക്കങ്ങൾ കാണാൻ പറ്റും, അതാണ് ആ ഒരു ആക്സസ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി നൽകി ലോഗിൻ ചെയ്യുക. അപ്പോൾ അതുകൂടി നൽകി നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ പേജിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു ഇങ്ങനെയാണ്, അതായത് മാർക്ക് എൻട്രി ഫോർ ENGG എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങളത് അവിടെ നിങ്ങളുടെ മാർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതായത് ഈ ഒരു പ്ലസ് ടു മാർക്ക് വെരിഫിക്കേഷൻ ഫോർ എൻട്രി എന്നല്ല. അപ്പോൾ ഇത് 29-ാം തീയതി വന്നിട്ടുള്ള, അതായത് കഴിഞ്ഞ മാസം, അതായത് മെയ് 29-ാം തീയതി വന്നിട്ടുള്ള സർക്കുലർ ആയിരുന്നു. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഈ ഒരു നിങ്ങൾ മാർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് മാർക്ക് സബ്മിഷൻ ഫോർ ENGG എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ പേജിൽ, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ യോഗ്യതാ പരീക്ഷ പാസ്സായ മാർക്ക്, അതായത് പ്ലസ് ടുവിൻ്റെ ആ ഒരു രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്സായ ബോർഡ്, അതുപോലെ തന്നെ വർഷം, രജിസ്റ്റർ നമ്പർ എന്നിവ രേഖപ്പെടുത്തുമ്പോൾ വിദ്യാർത്ഥിയുടെ യോഗ്യതാ പരീക്ഷയുടെ മാർക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതത് ബോർഡുകൾ ഈ ഒരു വെബ്സൈറ്റിൽ, ആ CEയുടെ ഓഫീസിൽ ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അത് വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വെബ് പേജിൽ കാണിച്ചിട്ടുള്ള മാർക്കുകൾ മാർക്ക് ലിസ്റ്റുമായി നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കിയിട്ട് ശരിയാണോ എന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം കറക്റ്റാണ് എങ്കിൽ തിരുത്തലുകൾ ആവശ്യമില്ലെങ്കിൽ സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് സമർപ്പിക്കേണ്ടതാണ്. ഈ ഒരു വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല. അതുപോലെ വെബ്സൈറ്റിൽ കാണിച്ചിട്ടുള്ള മാർക്ക് ലിസ്റ്റിലുള്ളതിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ശരിയായ മാർക്ക് വിവരങ്ങൾ രേഖപ്പെടുത്തിയതിനു ശേഷം സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് മാർക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട പരീക്ഷാ ബോർഡുകളിൽ നിന്നും പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ ഓഫീസിൽ ലഭ്യമായിട്ടില്ലാത്ത പക്ഷം വിദ്യാർത്ഥികൾ അവരവരുടെ ബോർഡ്, പാസ്സായ വർഷം, അതുപോലെ തന്നെ ഈ ഒരു രജിസ്റ്റർ നമ്പർ എന്നിവ രേഖപ്പെടുത്തുമ്പോൾ ദൃശ്യമാവുന്ന പേജിൽ ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്കുകൾ വെബ്സൈറ്റിൽ നിഷ്കർഷിക്കുന്നത് പോലെ രേഖപ്പെടുത്തി സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. വെബ് പേജിൽ കാണിച്ചിരുന്ന മാർക്കിൽ തിരുത്തലുകൾ വരുത്തേണ്ടി വന്ന വിദ്യാർത്ഥികളും ബോർഡ് ഡാറ്റ ലഭ്യമല്ലാതിരുന്നതിനാൽ മാർക്ക് രേഖപ്പെടുത്തേണ്ടി വന്നവരും മാർക്കുകൾ സമർപ്പിക്കുന്നതിൻ്റെ കൂടെ പ്ലസ് ടു അഥവാ തത്തുല്യം യോഗ്യതയുടെ മാർക്ക് ലിസ്റ്റ് PDF ഫോമാറ്റുള്ളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ രേഖകൾ വ്യക്തതയുള്ളതും വായിക്കാൻ കഴിയുന്നതും അപാകതകൾ ഇല്ലാത്തതും ആയിരിക്കണം. അതുപോലെ തന്നെ ഒന്നിലധികം പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ്, അതായത് സർട്ടിഫിക്കറ്റുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അതിനെ ഒറ്റ PDF ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട്, അതായത് നിങ്ങൾ യോഗ്യതാ പരീക്ഷയുടെ മാർക്കുകൾ വിജയകരമായി സമർപ്പിച്ചതിന് ശേഷം മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് സോഫ്റ്റ് കോപ്പിയായിട്ടോ അല്ലെങ്കിൽ ഹാർഡ് കോപ്പിയായിട്ടോ വിദ്യാർത്ഥികൾ സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വെബ് പേജിൽ കാണിച്ചിരിക്കുന്ന മാർക്കിൽ തിരുത്തലുകൾ വരുത്തേണ്ടി വന്ന വിദ്യാർത്ഥികളും ബോർഡ് ഡാറ്റ ലഭ്യമല്ലാതിരുന്നതിനാൽ മാർക്കുകൾ രേഖപ്പെടുത്തേണ്ടി വന്ന വിദ്യാർത്ഥികളും മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് ലഭ്യമാവുകയുള്ളൂ. മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ പ്ലസ് ടു മാർക്ക് ഷീറ്റ് എന്നിവ പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഓഫീസിലേക്ക് അയക്കാൻ പാടില്ല. എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന പ്ലസ് ടു മാർക്ക് പരീക്ഷാ ബോർഡ് ഓരോ വിഷയത്തിനും ലഭിച്ച മാർക്ക്, പരമാവധി മാർക്ക്, ഓരോ വിഷയത്തിനും പാസ്സായ വർഷം, ഓരോ വിഷയം പാസ്സായ വർഷം എന്നിവ അഡ്മിഷൻ സമയത്ത് പരിശോധനയ്ക്ക് വിധേയമാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ
റാങ്ക് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് മാർക്ക് സമർപ്പിക്കാൻ അതായത് ഒരു നിശ്ചിത സമയം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുകയും ക്ലോസ് 6 പ്രകാരം നിശ്ചിത യോഗ്യത നേടുകയും ചെയ്തവർക്ക് മാത്രമായിരിക്കും പ്രവേശനത്തിന് അർഹത ഉണ്ടായിരിക്കുക. ആ ഒരു യോഗ്യത എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഒരു കീം പരീക്ഷ എഴുതാനുള്ള ഒരു യോഗ്യതയാണ് ഉദ്ദേശിക്കുന്നത്. കീം പരീക്ഷ എഴുതാനുള്ള യോഗ്യത നിങ്ങൾക്ക് +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കെമിസ്ട്രിക്ക് പകരം ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി, ഇവയ്ക്ക് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് പറയുന്നുണ്ട് ആ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു യോഗ്യത ഉണ്ടായിരിക്കണം എന്നാണ്. അഡ്മിഷൻ നേടുന്ന സമയത്ത് ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു യോഗ്യത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഡേറ്റ്, അതായത് ഈ ഒരു +2 മാർക്ക് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റ് നീട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സർക്കുലറാണിത്. അതായത് കീം 2025 എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് അവർക്ക് യോഗ്യതാ പരീക്ഷയുടെ +2 മാർക്ക് അല്ലെങ്കിൽ തത്തുല്യം 2 വർഷത്തിൽ മാത്തമാറ്റിക്സ്, രണ്ടാം വർഷം എന്ന് പറയുമ്പോൾ 2 വർഷമല്ല, 2ാം വർഷം, അതായത് സെക്കൻഡ് ഇയറിൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക് വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്ക് പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ www.ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ പരിശോധിക്കുന്നതിനും അവസാന തീയതി 12/6/2025 രാത്രി 11:59 വരെയായിട്ട് ദീർഘിപ്പിച്ചിരിക്കുന്നു. വിശദവിവരങ്ങൾക്ക് ARA 2025 പ്രവേശന പരീക്ഷ കമ്മീഷനുടെ വെബ്സൈറ്റിലെ വിജ്ഞാപനം പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ മാത്തമാറ്റിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കെമിസ്ട്രിക്ക് പകരം നിങ്ങൾക്ക് ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി പഠിച്ചിട്ടുള്ളവർ ആണെങ്കിൽ അതിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അതായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഈ ഒരു മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ ഫിസിക്സ് ഇവ നിർബന്ധമായിട്ട് നിങ്ങൾ അതിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കെമിസ്ട്രി പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, കെമിസ്ട്രി പഠിച്ചവരാണെങ്കിൽ കെമിസ്ട്രിയുടെ മാർക്കാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ കെമിസ്ട്രി പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ കെമിസ്ട്രിക്ക് പകരം ബയോളജി അതുപോലെ തന്നെ ബയോടെക്നോളജി എന്നിങ്ങനെയുള്ള കോഴ്സുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു അപ്ലോഡ് ചെയ്യുന്ന ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണെന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.